ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ ലാൻഡ് ക്രൂസറിന്റെ കുഞ്ഞൻ പതിപ്പുമായി ടൊയോട്ട എത്തുന്നു. ലാൻഡ് ക്രൂസറിന്റെ മികവുകളും ഓഫ് റോഡ് കരുത്തും ചെറുരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വാഹനമായിരിക്കും FJ ക്രൂസർ. കുഞ്ഞൻ ലാൻഡ് ക്രൂസർ വരുന്ന വിവരം കഴിഞ്ഞ വർഷം നടന്ന ടൊയോട്ടയുടെ വാർഷിക ചടങ്ങിലാണ് പുറത്തു വന്നത്. ടൊയോട്ട ഫോർച്യൂണറിനോട് ചേർന്ന് നിൽക്കുന്ന വിലയിലാവും ഇന്ത്യയിലെ FJ ലാൻഡ് ക്രൂസർ എത്തുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രൂപത്തിലുള്ള LED DRLകൾ, വലിയ അക്ഷരങ്ങൾ ടൊയോട്ട എന്നെഴുതിയ മുൻ ഗ്രിൽ എന്നിവ വാഹനത്തിന് രൂപത്തിൽ ഗാംഭീര്യം നൽകുന്നുണ്ട്. മോഡേൺ ലുക്കിന് സഹായിക്കുന്ന സ്ക്വയർ ഹെഡ് ലൈറ്റിലും റെട്രോ ലുക്ക് നൽകുന്ന റൗണ്ട് ഹെഡ് ലൈറ്റിലും വാഹനം എത്തുന്നു. ആഷ്, പ്ലാറ്റിനം വൈറ്റ്, പേൾ മൈക്ക, ആറ്റിറ്റ്യൂഡ്, ബ്ലാക്ക് മൈക്ക, സ്മോക്കി ബ്ലൂ, ഓക്സൈഡ് ബ്രോൺസ്, മെറ്റാലിക് എന്നിങ്ങനെ 5 നിറങ്ങളിലാണ് ബേബി ലാൻഡ് ക്രൂസർ എത്തുക. ലെവൽ 2 ADAS സുരക്ഷാ ഫീച്ചറുകളാണ് മറ്റൊരു സവിശേഷത. 7 എയർ ബാഗുകൾ, പനോരമിക് വ്യൂ മോണിറ്റർ, ട്രാക്ഷൻ കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ് കൺട്രോൾ എന്നിവ ഓഫ് റോഡ് യാത്രകളിലും മികച്ച സുരക്ഷ ഉറപ്പാക്കുന്നു. ക്രൂസ് കൺട്രോളും ടയർ പ്രഷർ മോണിറ്ററിംഗ് സംവിധാനവും മുന്നിലും പിന്നിലും പാർക്കിംഗ് സെൻസറുകളും ഈ വാഹനത്തിലുണ്ട്. ഇന്ത്യൻ വിപണിയിൽ ആദ്യം പെട്രോൾ പതിപ്പിലാണ് എത്തുക, പിന്നീടായിരിക്കും ഹൈബ്രിഡിന്റെ വരവ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമിയുടെ റെഡ്മി നോട്ട് 15 SE 5G ഫോൺ ഏപ്രിൽ 2 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും. ഡിസൈനിലും മത്സരവിലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചൈനീസ് വേരിയന്റ് റീബ്രാൻഡഡ് പതിപ്പാണിതെന്ന് റിപ്പോർട്ട്. കമ്പനി പൂർണ്ണമായ സ്പെസിഫിക്കേഷനുകളോ വിലനിർണ്ണയമോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഫ്ലിപ്കാർട്ടിലും മറ്റ് റീറ്റെയിൽ ചാനൽ പങ്കാളികൾക്കൊപ്പം കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഫോൺ ലഭ്യമാകും. ഹാർഡ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഉപകരണത്തിനും 120Hz റിഫ്രഷ് റേറ്റുള്ള 6.77 ഇഞ്ച് വളഞ്ഞ അമോൾഡ് പാനൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 3200 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് വാഗ്ദാനം ചെയ്തേക്കാം. കാൽകോം സ്നാപ്ഡ്രാഗൺ 6 Gen 3 ചിപ്സെറ്റ് വാഗ്ദാനം ചെയ്തേക്കാം. 8GB റാമും 256GB വരെ സ്റ്റോറേജും ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം. 5520 mAh ബാറ്ററിയും 45W ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയും ഈ ഫോണിൽ പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പൊടി, ജലപ്രതിരോധത്തിനുള്ള IP66 റേറ്റിംഗും ഇതിലുണ്ടായിരിക്കാം. ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കിയുള്ള ഹൈപ്പർ OS 2 ഇത് പ്രവർത്തിക്കും. ക്യാമറയുടെ കാര്യത്തിൽ ഈ ഫോണിൽ 108 MB പ്രധാന ക്യാമറയും 8 MB അൾട്രാ വൈഡ് ക്യാമറയും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. മുൻവശത്ത് ഉപകരണത്തിന് 20 MB സെൽഫി ക്യാമറയും ലഭിക്കും. 19,999 രൂപ മുതൽ 21,499 രൂപ വരെ വില വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പൺ AIയുടെ വീഡിയോ ജനറേഷൻ പ്ലാറ്റ്ഫോമായ സോറ നിർത്തലാക്കുന്നു. മാർവൽ, സ്റ്റാർ വാർസ് തുടങ്ങിയ ഡിസ്നി കഥാപാത്രങ്ങളെ സോറയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ടി ഡിസ്നിയുമായി ചർച്ച നടക്കുന്നതിനിടെയാണ് ഓപ്പൺ AIയുടെ തീരുമാനം. $1 ബില്യൺ കരാറാണ് ഇരു കമ്പനികളും ചർച്ച ചെയ്തത്. ഡിസ്നി പ്ലസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സോറ ഉപയോഗിക്കാനായിരുന്നു ഡിസ്നിയുടെ പദ്ധതി. എന്നാൽ ചർച്ച നടക്കുന്നതിനിടെ എന്തുകൊണ്ടാണ് സോറ നിർത്തലാക്കാൻ തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല. സോറ പ്രവർത്തിപ്പിക്കാൻ അമിതമായ കമ്പ്യൂട്ടേഷൻ പവർ ആവശ്യമായി വരുന്നു എന്നതാണ് പ്രധാന കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്നത്. സോറയുടെ അമിതമായ ഉപയോഗം കമ്പനിയുടെ GPU ഉരുക്കുന്നുവെന്ന് സോറ മേധാവി ബിൽ പീബിൾസ് മുൻപ് പറഞ്ഞിരുന്നു. കൂടാതെ ആന്ത്രോപിക് പോലുള്ള എതിരാളികളുമായി മത്സരിക്കാൻ കമ്പനി ഇപ്പോൾ എന്റർപ്രൈസ് ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ്. സോറ ആപ്പും അതിന്റെ APIയും നിർത്തലാക്കുന്നതിനൊപ്പം ഇനി മുതൽ ChatGPTയിലും വീഡിയോ ജനറേഷൻ ലഭ്യമാകില്ല. ChatGPT, കോഡെക്സ്, AI ബ്രൗസറായ അറ്റ്ലസ് എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സൂപ്പർ ആപ്പ് വികസിപ്പിക്കാൻ OpenAIക്ക് പദ്ധതിയുണ്ട്. കൂടാതെ ഏജന്റിക് AI സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാനുള്ള നീക്കമായും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.